ഹായ് ഹലോ, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ഗീ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഒരു 2.5 കിലോൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ച് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് 5 കപ്പ് മൈദയാണ്. അതിലേക്ക് 5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ സോൾട്ട്. ഇത്രയും ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് അരിക്കുകയാണ്. ഇതിപ്പോൾ എനിക്ക് ക്വാണ്ടിറ്റി കൂടുതലുള്ളതുകൊണ്ട് ഞാൻ ബാച്ചായിട്ടാണ് അരിക്കണത്. ഇതൊരു മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും അരിക്കണം. ഞാനിവിടെ 3 പ്രാവശ്യം അരിച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. കാരണം അരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മിനിമം ഒരു 3 പ്രാവശ്യമെങ്കിലും അരിച്ചില്ലെങ്കിൽ അത് നമ്മുടെ ബേക്കിംഗ് പൗഡറൊക്കെ ഒരു സ്ഥലത്ത് തന്നെ വന്ന് അടിഞ്ഞിട്ട് കേക്ക് ശരിയാവില്ല. ചിലപ്പോൾ ഹാർഡായിപ്പോവും, അല്ലെങ്കിൽ ഇങ്ങനെ ഈവണായിട്ട് അത് പൊങ്ങി വരില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറ്റും. അപ്പോൾ അരിക്കൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഗീ ബീറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 500 ഗ്രാം ഗീ ആണ്. അത് ഏതെങ്കിലും നല്ല ബ്രാൻഡിൻ്റെ ഗീ എടുക്കണം. ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മിൽമയുടെ ഗീ ആണ്. അപ്പോൾ അതൊരു 500 ഗ്രാം ഗീയും അതിൻ്റെ ഒപ്പം തന്നെ ഒരു 4 കപ്പ് പഞ്ചസാര പൊടിച്ചത് തന്നെ എടുക്കണം. 4 കപ്പ് പഞ്ചസാര പൊടിച്ചതും ഒരു 5 ടീസ്പൂൺ വാനില എസൻസും കൂടെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. അത് നല്ല ക്രീമി ആയിട്ട് വരും. അതേപോലെ തന്നെ അതിൻ്റെ വോളിയം ഇൻക്രീസ് ആവും. അതിൻ്റെ കളറ് മാറും. കളറ് നല്ലൊരു യെല്ലോയിഷ് കളറിലേക്ക് വരും. അപ്പോൾ അത്രയും വരെ ബീറ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യണത് സ്റ്റാൻഡ് മിക്സറാണ്. ഇനി നിങ്ങൾ ബീറ്ററാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗീ ആദ്യം നല്ലോണം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ബാച്ചായിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക. പിന്നെ ഗീ എടുക്കുമ്പോൾ ഒരിക്കലും മെൽറ്റാക്കി എടുക്കരുത്. അതേപോലെ ഫ്രിഡ്ജിൽ വെച്ച ഗീ ഒന്നും എടുക്കരുത്. ഇപ്പം ഞാൻ ഇവിടെ കാണിച്ച ആ ഒരു കൺസിസ്റ്റൻസിയിലുള്ള ഗീ എടുക്കണം. എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് ബീറ്റ് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ ഇടയ്ക്കൊന്നും നമ്മൾ ഇതുപോലെ സ്ക്രേപ്പ് ചെയ്ത് കൊടുക്കണം. എന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ പഞ്ചസാരയൊക്കെ ആ സൈഡിലൊക്കെ പറ്റിയിരിക്കണത് നമുക്ക് ബീറ്റായി കിട്ടില്ല. അപ്പോൾ അതിങ്ങനെ ബേക്കായി വരുമ്പോൾ ആ പഞ്ചസാര ഇങ്ങനെ തരുന്ന് കടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കൊന്ന് സ്ക്രേപ്പ് ചെയ്ത് കൊടുത്തിട്ട് വേണം ബീറ്റ് ചെയ്യാൻ. ഇനി അതിനകത്തേക്ക് ഞാൻ ചേർക്കുന്നത് 10 മുട്ടയാണ്. ഈ 10 മുട്ട ഒന്നിച്ച് ഇടരുത്. ഒരു 2 മുട്ട 3 മുട്ട. ഇപ്പം നിങ്ങൾ ചെറിയ ക്വാണ്ടിറ്റിയാണ് ചെയ്യുന്നതെങ്കിൽ ഓരോ മുട്ട വെച്ചിട്ട് ഇടുക. അതും ഒന്ന് നല്ലോണം ബീറ്റ് ചെയ്യുക. അധികം ബീറ്റ് ചെയ്യണ്ട. ഒരു 2 മിനിറ്റ് 3 മിനിറ്റ് ആ എഗ്ഗും കൂടെ ഒന്ന് ബീറ്റ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആവണ വരെ ഒന്ന് ബീറ്റ് ചെയ്യുക. നെക്സ്റ്റ് ഞാനിവിടെ ഫ്ലോർ മിക്സ് ചെയ്യണ അറ്റാച്ച്മെൻറ്റ് ഇടുകയാണ്. ഇനി ഇൻ കേസ് നിങ്ങൾ ബീറ്ററാണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇനി ബീറ്റർ യൂസ് ചെയ്യരുത്. ഇനി നിങ്ങൾ വിസ്ക് വെച്ചിട്ട് പതിയെ ഫോൾഡ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ അറ്റാച്ച്മെൻറ്റ് മാറ്റിയിട്ടിട്ട് സ്ലോ സ്പീഡിൽ മിക്സ് ചെയ്യാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 കപ്പ് പാലും കൂടെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലോറും അതേപോലെ പാലും ഓൾട്ടർനേറ്റീവായിട്ട് ഇട്ട് പതിയെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഫ്ലോർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം ഇട്ട് മിക്സ് ആക്കരുത്. ഓവർ മിക്സ് അങ്ങ് വരരുത്. ഓവർ മിക്സ് വന്നു കഴിഞ്ഞാൽ കേക്ക് ഹാർഡായിപ്പോവും. അപ്പോൾ പതുക്കെ നമ്മുടെ ഫസ്റ്റ് സ്പീഡിലിട്ട് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പം നമ്മൾ ഇടയ്ക്കൊന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്തിട്ട് കൊടുത്ത് പതിയെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ലാസ്റ്റ് നമ്മൾ സ്പാച്ചില വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ചിലപ്പോൾ മൈദയൊക്കെ ചിലപ്പോൾ എവിടെയെങ്കിലും മിക്സ് ആവാണ്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നല്ലോണം സ്പാച്ചില വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്ത് എടുക്കുക. ഒരുപാടിട്ട് കുത്തി ഉടയ്ക്കരുത്. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ടിന്നിലേക്ക് മാറ്റാം. ഞാനിവിടെ 3 ടിന്നിലായിട്ടാണ് ഒഴിക്കുന്നത്.
ഇനി ഞാനിവിടെ ബേക്ക് ചെയ്യാൻ പോവുകയാണ്. ബേക്ക് ചെയ്യണത് 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ ആദ്യം ഒരു 30 മിനിറ്റ്സ് ആണ് ഞാൻ വെക്കുന്നത്. അതായത് 2 കോയിലും മേളിൽ നിന്നുള്ള കോയിലും താഴെ നിന്നുള്ള കോയിലിനും ഹീറ്റ് വരുന്ന തരത്തിൽ ആദ്യം ഒരു 30 മിനിറ്റ്സ് ഞാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ മേളിൽ നിന്നുള്ള കോയിൽ മാത്രം ഒരു 10 മിനിറ്റ് വെച്ചു. അത് കഴിഞ്ഞ് താഴെ നിന്നുള്ള കോയിൽ മാത്രം ഒരു 15 മിനിറ്റും കൂടെ. അപ്പോൾ എനിക്ക് ടോട്ടൽ ഒരു ബേക്കിംഗ് ടൈം വന്നേക്കുന്നത് ഒരു 55-60 മിനിറ്റിൻ്റെ അടുത്താണ്. അപ്പോൾ നമ്മുടെ കേക്ക് ഇതാ ഇവിടെ നന്നായിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. ഞാനിവിടെ കട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്ക്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.